എന്താടോ പ്യാലില്ലാതെ എന്താ ആഘോഷം? അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്ത് സംശയം? അല്ല, ഈ മല കയറാൻ പോണ സ്വാമിമാര് പെരിയ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുമല്ലോ. അതെ, ഈ ഒരു കാര്യത്തിൽ മാത്രം ലോകത്ത് ഒരു ജീവിക്കും ഒരു ട്യൂഷൻ മാസ്റ്ററുടെ ആവശ്യമില്ല കേട്ടാ. എവറസ്റ്റ് കയറിയവൻ ചേർത്താണ് എന്റെ ഒരു മലകയറ്റം. വേണ്ട, സംസാരക്കിനി നാളെ പോരെ. ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ. അപ്പോ പാല് ഞാനത് മറന്നു. പാലെവിടെ? അപ്പാ ഹായ്, നല്ല പാല്. കുഞ്ഞുണ്ണു വേണോ? കർത്താവേ, ആദ്യ രാത്രി കൊളമായല്ലോ. ആന്റി, ഇന്ന് ഞാൻ ആന്റിയുടെ കൂടെയാ കിടക്കുന്നത്. അപ്പ ബെഡിൽ നിന്ന് ഇറങ്ങിയ നീ പോടാ കുഞ്ഞുണ്ണു പോലെ, ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കുന്നത്. അപ്പ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയോ? അതുകൊള്ള, അങ്ങനെയാണ് ഞാനും ഉണ്ട്, എന്നെയും കൂട്ടണം. അപ്പൻ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിവിടെ കിടക്കും, ഞാനിവിടെ കിടക്കും. കിടന്നോട്ടെ. അതെ, അപ്പൻ ഇവിടെ മോന്റെ ചന്തിക്കപ്പം കടിക്കണ്. നോക്കി നിൽക്കാൻ പിടിച്ചു മാറ്റും. കടി ബാക്കിലായത് ഭാഗ്യം. അപ്പനായി പോയി, ഇല്ലായിരുന്നു കണ്ടല്ലോ. ഏതായാലും ആദ്യത്തെ രാത്രി അപ്പന്റെ കടി ചന്തിക്കുള്ള സാറിനുണ്ട്. ചന്തിക്ക് രാജലക്ഷ്മി ഒറ്റ കീറിയ നന്നുണ്ടല്ലോ. ഇയാൾ എടുത്ത് അപ്പുറത്തെ മുറി കൊണ്ട് കിടത്ത്. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്താ ഇവിടെ കിടന്നാലും ഞാനിവിടെ കിടക്കും. എണീക്കടോ, എടുത്തോണ്ട് പോ. അയ്യോ വേണ്ട, സാരില്ല, അപ്പനിവിടെ കിടന്നോട്ടെ. സുഖമില്ലാത്ത ആളല്ലേ, കിടന്നോട്ടെ. അവിടെ കിടന്നോട്ടെ. പാടോ. താനെന്താ ഇവിടെ നിൽക്കണേ? അല്ല, ഞാൻ ഈ കട്ടിന്റെ അരി കിടന്നോളാം. എനിക്ക് അടി വരുമ്പോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ഒന്ന് പോടോ, വൃത്തിയിട്ടവൻ. എന്താ വൃത്തിയേട്? കുഞ്ഞോനെ ഇവിടെ കിടക്കുന്നില്ല, വാ നമുക്ക് രണ്ടുപേർ കൂടെ കിടക്കാം. വാ, ആദ്യം അപ്പൻ ഉറങ്ങിക്കോ, ഞാൻ താരാട്ട് പാടിത്തരേ. എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിക്കോളാം. പൊന്നിന്റെ പൊന്നായ കരളിന്റെ കരളായ മോനെ. എന്റെ ആദ്യ രാത്രി കൊളാക്കിട്ട് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ശരിയാക്കി തരാം. വാവോ ഉണ്ണി വാവോ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് സ്വാമിയേ ശരണയ്യപ്പോ. ഇങ്ങോട്ട് പാടി. എന്താ കാണിക്കുന്ന? അപ്പൻ ഇന്നലെ നമ്മുടെ ആദ്യ രാത്രി നശിപ്പിച്ചു. ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് മോർണിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്ത് എന്താന്ന് വന്നേ? എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? കാണിച്ചു തരാം. വാ, ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വാതിലടക്കണ്ടടാ. നിന്റെ ഭാഗ്യത്തിന് ഇന്നിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്റെ അപ്പന്റെ സ്വഭാവം അനുസരിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കാണിക്കും. കർത്താവേ, ഈ അപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനൊരു കാര്യം പറയാം. ഈ മുതൽ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഫസ്റ്റ് നൈറ്റ് എന്നല്ല ഒരു നൈറ്റും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് അവളെയും വിളിച്ച് വേറെ എവിടേക്കെങ്കിലും പോടാ. ഇത് പിടിക്കൂ. ഇത് എനിക്കറിയാം ചേച്ചിക്ക് ഒരു ലഡുവൊന്നും ആവില്ല. ഇത് പിടിക്കൂ. ലഡു പല സ്ഥലക്കാച്ചോടം നടന്നോടെ. പ്രസവിച്ചു. ആര്? നീ? മണ്ടത്തരം പറയല്ലേ. ഞാൻ പ്രസവിച്ച ഇങ്ങനെ വാലാക്കോല ഇറങ്ങി നടക്കും. മിനിമം 10 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കട്ടെ. ഇതെന്റെ പെങ്ങളാ പ്രസവിച്ചത്, കുട്ടിയാണ്. സിസ്റ്റേഴ്സ്, എന്റെ പെങ്ങള് പ്രസവിച്ചു. ലഡു ആണോ പ്രസവിച്ചത്? അല്ല, വാഴയ്ക്കപ്പം. തരുന്നില്ല. സിസ്റ്റർ എന്തെങ്കിലും മദർ ആവുമ്പോ മനസ്സിലാവും. സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തോമസ് ഏട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കയ്യും കാലും തളർന്ന പോലെ ആയിപ്പോയി. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു.
എന്തിന്? അപ്പൻ കുഞ്ഞിനെ ഉപദ്രവിക്കൂ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുഞ്ഞോന്റെ മോനെ ആ വാ. ഇവിടേക്ക് വരണമെന്ന് വലിയ വാശിയായിരുന്നു. കുഞ്ഞോന്റെ മോനെ ഉം? ഏതാ ഈ വാവ? ആ, ഇത് ഇതപ്പന്റെ കൊച്ചുമോനാ. ആനാ ആ ദാ നോക്ക്. എന്താ ഈ വാവയുടെ പേര്? ആ, അപ്പൻ തന്നെ ഒരു നല്ല പേര് പറ. ആ, ഈ വാവക്ക് പറ്റിയൊരു പേര് ഞാൻ ഹിന്ദു പുരാണങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട്. ആണോ? എന്തത്? തോമ. തോമേ? ആ അസതോമ സത്യമേ അതിലെ തോമ. അല്ലെങ്കിൽ വേണ്ട, വേറെ ഉഗ്രം പേരുണ്ട്. എന്ത്? ദേവസ്യ. ഹിന്ദു പുരാണത്തില് ആ ഭർഗോ ദേവസ്യ ഭീമഹി. വഷളത്തരം പറയാലോ. ഐ കമ്പരാമായണം വായിക്കൂ. ഓടോടുന്ന്. കുഞ്ഞോന്റെ മോനെ ഏ? ഈ വാവ ഞാനൊന്ന് എടുത്തോട്ടെ. ഓ, അതിനെന്താ? ദാ. വേണ്ട വേണ്ട ആ, അപ്പന്റെ ആഗ്രഹമല്ലേ, ഒന്ന് എടുത്തോട്ടെ. ആ. അൽപ്പിച്ചായ വേണ്ട, ഞാൻ സമ്മതിക്കൂല. ഹോൾഡർ നന്നാക്കി ബൾബ് മാറ്റിയിട്. മാറാലേക്ക് അടിച്ചു കളഞ്ഞ് വീടും ഒന്ന് വൃത്തിയാക്കി. ആ 2 കാറുകളും കഴുകിയിട്ടേക്ക്. അതെ, ആ. എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. ആ. ഞാൻ അവിടെ കുഞ്ഞിനെ നോക്കാൻ വന്നതോ അതോ ഇവിടെ ഏത് പണിയും ചെയ്യേണ്ടി വരും. നായവേഷം കെട്ടിപ്പോയില്ലേ, കുരക്കാതിരിക്കാൻ പറ്റുമോ? കുറയ്ക്കണം. ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ? ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറായി. ഹൈ, 1 മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ കറണ്ട് കാശ് കളയാനായിട്ട്. വേറിട്ടാണ്. ഹോൾഡർ കുഴപ്പമൊന്നുമില്ല. ഇവന്റെയൊക്കെ തലക്കാ കുഴപ്പം. നല്ല ശബ്ദം. കിടക്കണോ? വേണ്ട, ആ സീറ്റിൽ ഇരുന്നാ മതി. ഞാൻ കാത്തു കിടക്കണോന്ന്. കാത്തു കിടന്ന കാശ് കിട്ടും, അല്ലെങ്കിൽ വെറുതെ പോകേണ്ട വരും. ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. ഓ. ഹലോ, ഏ? ഏതാ ഈ ഹർഭജൻ സിംഗ്? എന്നെ മനസ്സിലായില്ലല്ലേ ദുഷ്ടന്മാരെ. തോമസ് ഏട്ടാ, ഉണ്ണിക്കുട്ടൻ. അപ്പനെ നോക്കുന്ന ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടാ, ഇതെന്താ കയ്യില്? പ്ലാസ്റ്റർ. അതല്ല, ഇത് ലിസ, ഇത് വീണ്ടും ലിസ. ഓ. വയറ്റിൽ നിന്ന് പോയിട്ട് 3-4 ദിവസമായി. ഒന്ന് പേടിച്ചാ ചിലപ്പോ വയറ്റിൽ നിന്ന് പോയേക്കെന്ന് ഡോക്ടർമാര് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചതാ. എന്തോ ഒരു വലിയ വിപത്ത് വരാനിരുന്നതാ. അത് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൂടെ പോയി എന്ന് വിചാരിച്ചാ മതി. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, ഓ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നീണ്ടൊരു വിശ്രമം വേണം. അതിന് നീ മരിക്കണം. എന്തോ? മരിക്കുന്നതല്ലേ അല്ല, ബംഗ്ലാവിൽ നല്ലത്. പോയി റെസ്റ്റ് എടുത്താ പോരെന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാനാ ആ ബംഗ്ലാവിലേക്കാ. അതിലും ഭേദം പാണ്ടിലോർക്ക് മുമ്പിൽ ചാടുന്നതല്ലേ നല്ലത്. അപ്പൊ നീ ജോലി മതിയാക്കി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ബോധം വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനമായിരുന്നു അത്. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇതെന്താ മോളൊരു മുഴ? എന്തായാലും കെട്ടി. ആ. അപ്പൊ ഭംഗിക്കൊരു മൗഡോട്ടെ എന്ന് ഞാൻ, ആയിക്കോട്ടെ എന്ന് നേഴ്സും. ആ 2 പോളിസിയും മെച്ചോടാവും എന്നൊന്ന് അറിയിക്കണം. പോട്ടെ. ഇനി അപ്പനെ നോക്കാൻ ആരെ വെക്കും? ഒരു ആനപ്പാപ്പനെ വെക്കാം, മതിയോ? ഇതെന്തിനാ എന്റെ മെക്കിട്ട് കയറണേ? ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുന്നാര മോനെ. ഓ അപ്പാ. ആൻസി, ഓ ഉറങ്ങപ്പാ. ഓമന കുഞ്ഞേ ഉറങ്ങൂ. എനിക്ക് ഈ പാട്ട് കേക്കണ്ട. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ മതി. ഇതേ പച്ചമാങ്ങ. തെച്ചിമേങ്ങ. അപ്പനെന്താ ഗർഭമുണ്ടോ? ആ പാട്ട് ആ, ഓമന മാങ്ങേ ഉറങ്ങൂ മാങ്ങേ, കരളിന്റെ പുന്നാര മാങ്ങേ. പച്ചമാങ്ങ. ഓ പച്ചമാങ്ങ നാട്ടുമാവിലമാ നിന്റെ പുന്നാര മോനെ. പച്ചമാങ്ങ നാട്ടുമാവിലമാങ്ങ. റാൻസി, പച്ചമാങ്ങ. പൊന്നിന്റെ പൊന്നാരമോ. നീ ഇതെവിടെയായിരുന്നു? ഓ, 2 പേരും കൂടി എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെയാ. മോനിറങ്ങിയിട്ടില്ല, അപ്പൻ ഉറങ്ങി. അതെ, അഥവാ അപ്പനെങ്ങാൻ എണീക്കുകയാണെങ്കിലേ ആ പച്ചമാങ്ങ ഒന്ന് പാടിക്കൊടുത്തരേ. പച്ചമാങ്ങയോ? ഭാവേ, ഭാവ ഉറങ്ങിയില്ലടാ. അയ്യോ, ആൽബിച്ചായ. അറിയാതെ മോനെ. എനിക്കും വേണം. ആൽബിച്ചായ, വേഗം വാ. എനിക്കും വേണം ഇത്. എനിക്ക് താ. എന്താ അവിടെ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് പാൽ കൊടുക്കാൻ അപ്പ സമ്മതിക്കുന്നില്ല. അപ്പൻ എന്താ വേണ്ടത്?
എനിക്ക് ഈ പാല് വേണം. എന്റെ അപ്പൻ എന്തായി ചോദിക്കുന്നതെന്ന് അറിയാമോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അപ്പന് പാല് വേണമെന്ന്. അതാണോ ഇത്ര വലിയ പ്രശ്നം? ഇത്തിരി പാല് അപ്പന് കൊടുക്കടാ. എന്റെ തോമസ് ഏട്ടാ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പാലല്ല. അതെന്ത് പാല്? ഏത് പാലാണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നിന്റെ അപ്പം കുടിച്ചോളും, അത് എനിക്കറിയാം. ഓ, എന്റെ ചേട്ടാ ഇത് എനിക്ക് അയ്യേ, ഇത്രയും വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പാല് വേണമെങ്കിൽ അപ്പനെ വല്ല മീൻമേലും കൊണ്ടാക്കടാ. മുറ്റ ഔട്ട്. പാലെടുക്കേ. ഇത് ഭയങ്കര കഷ്ടം ആൽബിച്ചായ. കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാ ഒന്നുകിൽ എന്നെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഡാഡി പറഞ്ഞ പോലെ അവനെ വല്ലെടുത്തു ആക്കുക. കുഞ്ഞോനെ, ആ? എനിക്ക് എനിക്ക് ഉം, ഉം, ഉം. ഒരൊറ്റ കുത്തിയം വെച്ച് തന്നിട്ടല്ലോ. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പനത് എന്തിന്റെ കേടാ? പാല് വേണം പോലും, പാല്. നീ പോടാ കുഞ്ഞോന്റെ മോനെ, നിന്നെ എനിക്ക് വേണ്ട. അന്ന് അപ്പനെ എനിക്ക് വേണ്ട. നീ പോടാ. ഓടുന്നു. ഉം. 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 അപ്പാ വേണ്ട, ഇവന്റെ നല്ല സൂപ്പർ കിക്കാ. നീ പോടാ. ഉം. അതിലും വലിയ കിക്കിലാളിയാ ഞാൻ. ദേ പിന്നെയും പറയാ വേണ്ട. അപ്പനെ പഠിപ്പിക്കല്ലേ. ഹ, ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മോനെ, നീ അടിക്കടാ, അപ്പാപ്പം പിടിച്ചോളാടാ. ഉം. മോനെ വേണ്ട മോനെ. ആ, നോക്കി നിക്കാതെ അടി മക്കളെ. ശരീരം ബോളിന്റെ അത്രേ ഉള്ളൂ, ആഗ്രഹം ആനയുടെ കഷ്ടം. ഒന്ന് പോടാ. അടിച്ചോറ മരുമോനെ അങ്ങോട്ട്. നിന്റെ മാവനല്ലേ പറയുന്ന അടി. ആ ഓ, അടിച്ച് പൊളന്നു പറ. അപ്പാ! അപ്പാ! ഇത് എവിടെ ചെന്ന് നിൽക്കും?